അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മോനെ മോനെ ഷാമോനെ, ഉമ്മ വിളിച്ചു. എന്തോ ഉമ്മ? എൻ്റെ പൊന്നാര കുട്ടിയെ, ഇമ്മാൻ്റെ കുട്ടി ഒന്ന് വിളിച്ചു നോക്കാണേ ആശുപത്രിക്ക്. എന്തോ ഉമ്മ നിങ്ങളീ പറയണത്? ഏത് ഹോസ്പിറ്റലിക്ക്? എൻ്റെ പൊന്നാര കുട്ടി അവിടെ നിന്നൊക്കെ ഓളെ എടുക്കുക റെഫർ ചെയ്തേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാരെ കാര്യമല്ലേ? ഈ ചെറിയ പിഞ്ച് പൈതലിൻ്റെ അമ്മയല്ലേ? നമ്മൾ ഇനി കണ്ടില്ല കേട്ടില്ല നടിക്കാൻ പാടില്ലല്ലോ. എനിക്കൊരു ഇടങ്ങാറ് മോനെ മനസ്സക്ക്. ഒന്ന് വിളിച്ചു നോക്കാണ് ഇമ്മാൻ്റെ കുട്ടി എന്തായി ഏതായി, പൈസക്ക് വല്ല ആവശ്യമുണ്ടോ? നവാസ് പറഞ്ഞതിന് പൈസക്ക് ആവശ്യം ഉണ്ടാകണ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ഓൾക്ക് പൈസ ഒക്കെ ഉണ്ടാവും, ഓൾക്ക് അതിൻ്റെ ഒരു ഓഹരി പോകണ്ടെന്നൊക്കെ പറഞ്ഞിന്. പൈസക്കൊന്നും ഓൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് ഓൻ പറഞ്ഞിന്. ഞാനത് ഇതുവരെ അയച്ചു കൊടുക്കണം മുടക്കിയിട്ടും ഇല്ല എന്നും പറഞ്ഞിന്. അതുകൊണ്ട് പിന്നെ ഒരു മനസ്സക്കൊരു ആശ്വാസം. എന്നാലും മനുഷ്യന്മാരെ കാര്യമില്ല എന്തായി ഏതായി. നമ്മമാൻ്റെ കുട്ടിയൊന്ന് വിളിച്ചു നോക്കുകയാണെങ്കിൽ നമ്പർ ഉണ്ടോ? ഉമ്മ എൻ്റെ അടുത്ത് നമ്പറൊന്നുമില്ല. ന്യൂസിൻ്റെ അടുത്ത് എന്താ ചോദിച്ചു നോക്കാം. എൻ്റെ ഉമ്മ എനിക്കറിയില്ല. എന്താ എനിക്ക് ഇത്രയൊരു മടുപ്പ്? ജനല്ല കൊണ്ടുപോയത് ആശുപത്രിക്ക്, അന്നല്ല ഓളിങ്ങനെ താങ്ങിക്കൊണ്ട് എന്തിനു പോവാന്ന് പറഞ്ഞാണ്ട്. ഇപ്പം എന്ത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയത്? ഒന്നും ഉമ്മാൻ്റെ കുട്ടി ഒന്നിനെ ചെന്ന് നോക്കിക്കാളി. എന്താ ഏതാ അറിയാലോ, മനുഷ്യന്മാരെ കാര്യമല്ലേ. നമുക്ക് ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ വരിക ഒന്നും പറയാൻ പറ്റൂലല്ലോ. ആയിഷമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അതാ ഷമ്മാസ് ഒരു നിമിഷം അത് മൈൻഡ് ചെയ്തില്ല. എന്താ മോനെ എന്നോട് പറഞ്ഞിട്ട് കേൾക്കാത്തത്? ഒന്ന് പോയാക്കാണേ ഉമ്മാൻ്റെ കുട്ടി, ഒന്ന് വിളിച്ചു നോക്കാണേ. നമ്പർ ഉളപ്പാൻ്റെക്കിലുണ്ടാവും, ഒന്ന് വിളിച്ചു നോക്കാണേ. ഉമ്മ അവരുടെ ഉമ്മയും മകളുമാണ്. പിന്നെ നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ക്യാഷ് നവാസ്ക അയച്ചു കൊടുക്കുന്നുണ്ട്. അവർക്കിപ്പോൾ നമ്മളൊക്കെ ആയി കഴിയുമ്പോഴേ അത് കൂടുതലായിട്ട് എൻ്റെ പൊന്നാര മോനെ ഇനിയിപ്പോൾ വല്ല ആവശ്യം എന്താവശ്യമോ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ആവശ്യമൊന്നുമില്ല നമ്മളെ. അത് നമ്മളെക്കൊണ്ട് അത് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. പിന്നെ നവാസ്ക അത്ര ക്യാഷ് ഇല്ലാത്തതൊന്നല്ലല്ലോ. എന്നാൽ ഈ സമയം അതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് നവാസ് വിളിക്കുന്നു. ആ ഉമ്മ, നവാസ്ക്ക് വിളിക്കുന്നുണ്ട്. ഹലോ ഷാമോനെ. ആ ഇക്ക അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ലടാ എന്താ നാട്ടിലത്തെ വർത്താനൊക്കെ? അൽഹംദുലില്ലാ സുഖം തന്നെയാണ്. അല്ല പിന്നെ എന്താ സൗദിൻ്റെ കാര്യത്തിൽ നീ ഇടപെട്ടിരുന്നോ? സൗദിൻ്റെ കാര്യത്തിൽ ഇടപെടാന്ന് വെച്ചാൽ തീരെ വയ്യാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ ഉമ്മയും ഒരുമിച്ചാണ്. അല്ല ഡിസ്ചാർജ് ശരിക്കും ഷമ്മാസ് എന്ത് പറയണമെന്നായിപ്പോയി. ഒരു നിമിഷം ഉമ്മയാണെങ്കിൽ അറിഞ്ഞിട്ടുമില്ല, നവാസ്കിയോട് പറയാതിരിക്കാനും വയ്യ. ഒടുവിൽ പറഞ്ഞു ഡിസ്ചാർജൊക്കെ ആയിട്ടുണ്ട്. അവരിവിടെ കണ്ടിരുന്നു, അവർ വീട്ടിലേക്ക് പോയെന്ന് തോന്നുന്നുണ്ട്. ഷാമോനെ 5 പൈസ കൊടുത്തു പോരുതിട്ടോ, ഒരു ഹെൽപ്പും വേണ്ട, മനസ്സിലായല്ലോ? ശരിക്കും ഷമ്മാസ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്താപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നവാസ്ക? അതെ വേണ്ട, അവർക്ക് അഹങ്കാരമാണ്. അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചവരാണ് സൗദിയും ഉള്ള ഫാമിലിയും. നമ്മളവരെങ്ങനെ സപ്പോർട്ട് ചെയ്ത് തലയിൽ വെച്ച് കഴിഞ്ഞാലേ ഓര് നമ്മളെ തലയിൽ കയറും. ഷാമോനെ കൂടുതലായിട്ട് അവർക്ക് താങ്ങായും തണലായി നിൽക്കണ്ട. താങ്ങായും തണലായി നിന്നാൽ നമ്മളൊക്കെ അവർ ഒഴിവാക്കും. വെറുതെ വേണ്ടാത്തിന് നിൽക്കണ്ട. ആവശ്യത്തിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊടുത്തു. എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് നല്ലൊരു ജീവിതം നൽകുകയും ചെയ്തു. പക്ഷേ അവർ അഹങ്കാരം കൊണ്ട് അതെല്ലാം അങ്ങ് ഒഴിവാക്കിപ്പോയി. ഇനിയിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഓള കാര്യത്തിൽ തീരെ ഒരു വിശ്വാസം തോന്നുന്നില്ല. അവർ ചില സമയത്ത് നല്ല സ്വഭാവമായിരിക്കും, പക്ഷെ ചില സമയത്ത് അവരാകെ മാറി ആകെപ്പാടെ എന്താ പറയുക മനുഷ്യന്മാരെ കാണാത്ത രീതിയിലായിരിക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നു ഷാമോനെ ഇനി സൗദിയുടെ കാര്യത്തിലും അവൾ എന്തെങ്കിലും പറയുന്ന കാര്യത്തിലും സപ്പോർട്ടീവായി നിൽക്കണ്ട. ഉമ്മ പറഞ്ഞു അതെ നീയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, അവൾക്ക് തീരെ എണീക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു, ഷാമോനെടുത്താണ് കൊണ്ടുപോയത്, അത്രക്കും സീരിയസ് ആയിരുന്നു എന്നൊക്കെ. എൻ്റെ പൊന്നു ഷാമോനെ കുറേയൊക്കെ അഭിനയമായിരിക്കും. ഞാൻ ശരിയാണ്, അവളെ വിവാഹം കഴിച്ചത് മുതൽ ഓക്കെ ആയിരുന്നു. പിന്നീട് അങ്ങോട്ടേ അവളെ സ്വഭാവത്തിലൊക്കെ ആകെ മാറ്റങ്ങൾ വന്നു. പ്രത്യേകിച്ച് ഗർഭിണിയായപ്പോൾ ശരിക്കൊരു മടിച്ചിയായി മാറി. ഈ മക്കളെ പോലും നോക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. ആദ്യം എങ്ങനെയായിരുന്നു, അവൾക്ക് ഭക്ഷണം പോലും എടുത്തു കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ ഞാൻ ഷോപ്പിൽ നിന്ന് വന്നിട്ട് കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത ടൈമുണ്ട്, അല്ലെങ്കിൽ പാർസൽ കൊണ്ടിരിപ്പിക്കും. അങ്ങനെയൊക്കെ മടിച്ച് നിന്നിരുന്നു. എന്താ ഇപ്പോൾ ഇവിടെ അല്ലേ പണി, റൂമിലൊന്നുമില്ല. പക്ഷേ ആ മക്കളെ കാണുന്നത് അറപ്പ്, തൊടുന്നത്, അവരെ ഭക്ഷണം കൊടുക്കൂല, വൃത്തിയാക്കൂല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഞാൻ ആകെ ഇടങ്ങാറായിപ്പോയി. ഇപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ പെറ്റ തള്ളക്ക് ബുദ്ധി വെച്ചതുകൊണ്ട് പെറ്റ തള്ളൻ്റെ കൂടെ എൻ്റെ മക്കൾ കഴിയുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ.
അതിനിടയിൽ ഓൾക്കും അങ്ങനത്തെ ഒരു അസുഖം ആയിട്ട് ഓള് പോയി. ചുരുക്കി പറഞ്ഞ എൻ്റെ ഷമ്മാസെ, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ചതിക്കുഴിയാണ്. ഞാൻ 2 പ്രാവശ്യമാണ് ചതിപ്പെട്ടത് ഇപ്പോൾ, 2 പ്രാവശ്യം. അതുകൊണ്ട് ഇപ്പം എനിക്ക് തീരെ അതിനെക്കുറിച്ച് ഈ കൂടുതൽ കൊഞ്ചി കുഴയുന്ന പെണ്ണുങ്ങളെ എനിക്കിഷ്ടമല്ല. കാരണം എന്താ, ഒന്നിനും മടിക്കാത്തവരാണ് ഓല്. ഓലുള്ള കാര്യത്തിന് വേണ്ടി പലതും ചെയ്യും. പക്ഷേ പിന്നെ അവർ കാര്യങ്ങളൊക്കെ നേടിക്കഴിയുമ്പോൾ അതങ്ങ് നമ്മളൊക്കെ വിട്ട് ഒഴിവാക്കുകയും ചെയ്യും. അതാണ് സംഭവം. പിന്നെ അവർക്ക് ഓരോ വേറെ കമ്പനി ആയിട്ടും അങ്ങനെ കമ്പനി നമുക്ക് കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് പിടിക്കുക. സത്യം പറഞ്ഞ ഷാമോനെ, കൂടുതൽ വേണ്ട, ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ മതി. ഇനി കൂടുതലായിട്ട് ഒരേറ്റ് അടുക്കും ഇതൊന്നും വേണ്ട. അത്രക്കും എനിക്ക് വെറുത്തു പോയ സംഭവമാണത്. സത്യമായിട്ടും അതെ, അവർ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. പരമാവധി ഷാമോനെ കയറ്റി പോരുത്, വീട്ടിലേക്ക് കയറ്റരുത് കേട്ടോ, സമ്മതിക്കരുത്. സൗദ അവിടെ നിൽക്കട്ടെ. ഓൾക്ക് എത്ര വലിയ വീഡിയോ ഉണ്ടായി കൊടുത്തിക്കണ്. ആ തള്ളക്ക് അനിയത്തിക്കും എത്ര സ്വർണ്ണങ്ങൾ. അത് ഞാൻ അത്യാവശ്യം കണക്കിലേറെ ക്യാഷ് അയച്ചു. നമ്മളെ ഉമ്മ പോലും അറിയാതെയായിരുന്നു ഞാൻ അതൊക്കെ ഉണ്ടാക്കി അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ ചെയ്യാം, അത്രക്കും അവരെ നോക്കിയിട്ട് പോലും തീരെ ഒരു ദയ അല്ലെങ്കിൽ ഒരു കാരുണ്യം ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു നഷ്ടം പോലെയാണ്. എത്ര നല്ല വീടാണടാ. പക്ഷേ ഷാമോനെ, ഇപ്പോഴും ഞാൻ ആ ക്യാഷ് അയക്കാൻ നിർത്തിയിട്ടില്ല. ക്യാഷൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാൻ വിചാരിക്കുകയാണ്, ഭാര്യയല്ലേ കുഞ്ഞല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അല്ല ഷാമോനെ, അപ്പോൾ കുഞ്ഞിനെയും കൊണ്ടുപോയില്ലേ അവർ? കുഞ്ഞ് ഉമ്മാൻ്റെ അടുത്തും നുസിൻ്റെ അടുത്തും. ശരിക്കും നവാസ് അത് കേട്ടപ്പോൾ സന്തോഷിച്ചു. ശരിയാണ്, കുഞ്ഞിനെ കൊടുക്കണ്ട. കുഞ്ഞിനെ കൊടുത്താലും അവർ ആ കുഞ്ഞിനെ വെച്ച് കളിക്കും. അവിടെ നിൽക്കട്ടെ, കുഞ്ഞ് ഒരിക്കൽ പോലും കൊടുക്കണ്ട. ഷാമോന് ശരിക്കും പറഞ്ഞു. അതെ, ഇവിടെ ഇന്നലെ നേരം വെളുക്കോളം ഗേറ്റിൻ്റെ വാതിൽക്കലുണ്ടായിരുന്നു, ഇവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ തുറന്നു കൊടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ അവരുടെ ആ കളികൾ കാണുമ്പോഴേ എനിക്ക് ദേഷ്യം പിടിച്ചു. പിന്നെ ഉമ്മയും തന്നെ നല്ലോണം സ്വീകരിച്ച് കയറ്റും. പിന്നെ ആകപ്പാടൊരു കഥയായിരിക്കും. പിന്നെ അസുഖം കൂടി കഴിഞ്ഞ് വന്നതല്ലേ, അതുകൊണ്ട്. അപ്പം ഞാൻ പിന്നെ കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല. അത് നന്നായി ഷാമോനെ, നീ ചെയ്ത കാര്യത്തിന് ഞാൻ നിന്നെ അഭിനന്ദിക്കണേ. ഇനി നമ്മളെ പുത്തൻ വീട്ടിലേക്ക് അവരെ കയറ്റരുത്, എനിക്ക് ഇഷ്ടമല്ല. എന്നാളിപ്പോൾ എന്തിനാണ് കയറ്റിയത്? അന്ന് എൻ്റെ പൊന്നാരിക്ക അതിങ്ങനെ കരഞ്ഞ് അവർ അവിടെ ഇവിടെയൊക്കെ പോയി വന്ന് അത്രക്കും ഒരു വേദനാജനകമായ ഒരു ഇതൊക്കെ ആയപ്പോൾ കയറ്റി. ഓക്കെ ഇനി കയറ്റരുത് കേട്ടോ. പിന്നെ അവർ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ. ഏതായാലും വല്ലാത്തൊരു സംഭവം തന്നെ ഷാമോനെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൂടുതലായിട്ട് വേണ്ട, എന്തേ അത്യാവശ്യത്തിന് വേണമെങ്കിൽ സഹായിച്ചാൽ മതി. അല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ ഒരു ഹെൽപ്പും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ അത്തരക്കാരല്ല, തികച്ചും മോശമാണ്. അവർക്ക് എത്ര നമ്മൾ ഉപകാരം ചെയ്തിട്ട് കാര്യമില്ല. അവർ നമ്മളോട് നന്ദി കാണിക്കേണ്ട, എന്നാലും ഒരു കുറച്ചെങ്കിലും ഒരു ഇത് കാണിക്കണ്ടേ, അത് അവർക്കില്ല തീരെ. പറഞ്ഞിട്ട് കാര്യമില്ല. ഷമ്മാസ് നവാസ് പറഞ്ഞതെല്ലാം കേട്ടു. അതേ സത്യമായിട്ടും ഞാൻ എന്താ പറയാം, സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ഇടങ്ങാറ് തോന്നും അവരുടെ കാട്ടിക്കൂട്ടിലെ കാണുമ്പോൾ, എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ പൊന്നു ഷാമോനെ, ഞാൻ അവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടണ്ട കേട്ടോ, മനസ്സിലായല്ലോ? ശരിക്കും നവാസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസ് ശരി വെച്ചു. അതേക്ക ഞാൻ ശ്രദ്ധിച്ചോളാം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ. കാരണം കഴിയുന്നത് ഒഴിവാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആളുകൾ ബുദ്ധിമുട്ടാകുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യും. അത് നിനക്ക് സ്വാഭാവികമായിട്ട് ആദ്യമേ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവരെ കളിക്ക് നിൽക്കാൻ പാടില്ല. ഇവരെ കളി എന്ന് വെച്ചാൽ ഇവരെ ആൾക്കാരത്ര ശരിയല്ല. ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ അവർക്കുള്ള ആ ഒരു എമൗണ്ട് ഞാൻ കട്ടാക്കും. അത്ര കൊടുക്കൂല, നീ കുറച്ച് കൂടുതലാണ്ട്. ലാഭം കിട്ടണമൊക്കെ അവർക്കാണ് പോകുമ്പോഴേ നല്ലൊരു സംഖ്യ കിട്ടുന്നുണ്ട്, അതിൻ്റെ കൂടെ അഹങ്കാരമുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ അതിൻ്റെ എമൗണ്ട് കുറച്ച് ഞാൻ കൊടുക്കും. ആവശ്യത്തിനെ വിട്ടുകൊടുക്കണുള്ളൂ. ഇനി കൂടുതൽ വിട്ടുകൊടുത്താലേ അവർ നിലത്തൊന്നും ആവില്ല. എന്തായാലും ഭാര്യയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ വിട്ടുകൊടുക്കുന്നത്. ഹോസ്പിറ്റൽ ചിലവിനും കാര്യങ്ങളൊക്കെ ഒരുപാട് ക്യാഷൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങ് ഇത് പോയിട്ടുണ്ടാവും. അതിൽ നല്ല എമൗണ്ട് വരുന്നുണ്ട്. സത്യമായിട്ടും ഞാനത് പലതവണ അത് ക്യാൻസൽ ചെയ്യാൻ വിചാരിച്ചതാണ്. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇനി ഒരു കേസ് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചുകൊണ്ട് അല്ല, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല. കാരണം ഓർക്ക് നല്ല രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ റാഹത്തോടു കൂടി പോവുമായിരുന്നു. പക്ഷേ പറഞ്ഞത് തീരെ കേൾക്കില്ല. ഭയങ്കര എന്താ പറയുക, ഒരു വാശിയാണ് മൊത്തത്തിൽ. പിന്നെ ഉമ്മാനെ പോയി ചീത്ത പറഞ്ഞു അന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആകെപ്പാട് വെറുത്ത് പോയൊരു സംഭവമാണത്. എന്തായാലും ഇപ്പോൾ ദുനിയാവിൽ കുറേ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട ആരെക്കുറിച്ചും. എല്ലാവരും ഒക്കെ ഒരു കഥയാണ്. നമ്മൾ എത്രമാത്രം അവരെ സ്നേഹിച്ചാലും അങ്ങോട്ട് നമുക്ക് സ്നേഹമൊന്നും കിട്ടൂല. അവരെ ഇഷ്ടം പോലൊക്കെ നടക്കും. അതിപ്പോൾ
നമ്മൾ എത്ര നോക്കിയാലും എത്രമാത്രം ഇപ്പം ഞാൻ അവളുടെ കാര്യത്തിലും സൗദിൻ്റെ കാര്യത്തിലും ഫസീലിൻ്റെ കാര്യത്തിലും ഒക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഓലൊക്കെ എന്നെ ചതിച്ചിട്ട് പോയി. എന്തായാലും പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഫസീലെങ്കിലും തിരിച്ചു വന്നു. എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലും എനിക്ക് ടെൻഷൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ നവാസ്ക ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇവിടെ നുസിയുണ്ട്, പാല് കൊടുക്കുക, ഉമ്മ ഉണ്ട് നോക്കാൻ, ഞാനും ഉണ്ട്. അതേടാ, അതാ പിന്നെ ഒരു സമാധാനമുള്ളത്. ഇൻഷാ അല്ലാ പറ്റുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുവരണം. വേണ്ട, തൽക്കാലം അങ്ങോട്ട് കൊണ്ടുപോകണ്ട. കാരണം ഫസീലത്താൻ്റെ അടുത്തേക്ക് ഇനി മറ്റൊരു കുട്ടീനെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ചിന്താഗതിയൊക്കെ മാറിയിട്ട് ഇനി വേറെ വല്ല മൈൻഡും ആവും. വേണ്ട, തൽക്കാലം നമ്മുടെ മനസ്സ് മാറാത്ത നമ്മുടെ ഉമ്മ മതി നോക്കാൻ. ഉമ്മ ഉണ്ടല്ലോ, ഉമ്മ ഉള്ളിടത്തോളം കാലം നീ പേടിക്കണ്ട. ശരിക്കും നവാസിനെ അതാ ഷമ്മാസ് പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നു. ആയിക്കോട്ടെ ഷാമോനെ, ആയിക്കോട്ടെ. അപ്പോൾ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ടല്ലേ? അതെ, വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ കാണുന്നില്ല, പോയിട്ടുണ്ട്. പോയിക്കോട്ടെ, അങ്ങനെ നിന്നോട്ടെ, മൈൻഡ് ചെയ്യേണ്ട. അവിടെ അവർക്ക് വീടുണ്ടല്ലോ, വീടുണ്ട്, പൈസയുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ നമ്മളല്ല കണ്ടുകൂടാത്തത്? അതേ ഒരു ലെവൽക്ക് നിന്നാൽ മതി. നമ്മളെ കുട്ടീനെ കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. നമ്മളെ കുട്ടീനെ എനിക്ക് തന്നെ വേണം. അല്ലാതെ ഓരോരുത്തർ കൊടുത്താൽ ആ കുട്ടീനിട്ട് അവർ ഇടങ്ങാറാക്കും. അതെനിക്ക് നന്നായിട്ടറിയാം. നവാസിൻ്റെ വാക്കുകൾ കേട്ട് ഷമ്മാസിന് ശരിക്കും സങ്കടം വന്നു. എന്നാൽ ശരിക്കാ, ആയിക്കോട്ടെ, അസ്സലാമു അലൈക്കും. മോനെ, ആരാടാ കുറേ നേരമായാലും വിളിച്ച് വർത്താനം പറയണേ? ഉമ്മ അത് ആരാടാ? നവാസ്കായിരുന്നു. എൻ്റെ കുട്ടി എന്തിനാ വിളിച്ചത്? അപ്പം ഇന്ന് എനിക്ക് വിളിച്ചിട്ടില്ലല്ലോ, ഇന്നലെ വിളിച്ചു വെച്ചതാണ്. വിളിച്ചാനാണേ ഉള്ളൂ. എന്താ നാം വിളിച്ചാത്തത്? ഒന്നുമില്ല, ഞാൻ മതിയായിരുന്നു. എപ്പോഴും ദ്വാരക്കലാണ് പഠിച്ചോനെ എൻ്റെ മക്കൾക്കൊന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞിട്ട്. ഒരു മനസ്സമാധാനത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ വേറൊരു പ്രശ്നം അങ്ങോട്ട് വരും. അതാണ് ഇപ്പോൾ വിളക്കൊണ്ടാണ് പ്രശ്നം. ഇനിയിപ്പോൾ ഇവല് ആശുപത്രിയിൽ നിന്ന് പൊയ്ക്കണ ഏതാ ഒന്നും വിളിച്ച് നോക്കാൻ പറഞ്ഞാൽ വിളിച്ചൊന്നുമില്ല. ഉമ്മ, അവർ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഷമ്മാസ് തുറന്നു പറഞ്ഞു. അതെങ്ങനെ ഇജ്ജറിഞ്ഞു? അവർ വീട്ടിലെത്തിയിട്ടുണ്ട്. ഷാമോനെ, അപ്പോൾ ഈ കുട്ടീനെ കാണാനൊന്നും ഓള് വന്നില്ലേ? കുട്ടീനെ കാണാൻ വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഗേറ്റിങ്ങിൽ കണ്ടിരുന്നു, പിന്നെ ഓല് പോയിട്ടുണ്ട്. അതെന്താ ഷാമോനെ അങ്ങനെ? അപ്പം അങ്ങനെ വിളിച്ച് കയറ്റേണ്ട കുട്ടിയെ? വല്ലാത്തൊരു പുതുമ. ഐഷുമ്മ ഒന്നുകൂടി കേട്ടപ്പോൾ ഉഷാറായി. എൻ്റെ പൊന്നാര പൈതല, ഞാൻ ഇപ്പം എന്തേ കേട്ടത്? ശരിക്കും പോലെ വന്നീനോ? അതെ ഉമ്മ, നിങ്ങൾ പറഞ്ഞില്ലേ സംസാരം കേൾക്കേണ്ടത്, ഞാൻ പള്ളിയിൽ പോകുമ്പോൾ കണ്ടിരുന്നു. അല്ല മോനെ, അപ്പച്ചി രാവിലെ ചായയും കടി? അതെ ഉമ്മ, ഞാൻ അവർക്ക് തന്നെ വെച്ചെടുത്തത്. ഇനി മനുഷ്യന്മാരല്ല പട്ടിണി കിടണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പടച്ചോനെ, എന്നാ ഗേറ്റ് തുറന്ന് കൊടുത്തുവിടേനെ എൻ്റെ പൊന്നാരെ. ഇങ്ങോട്ട് ഔത്തൊക്കെ വന്ന് ഈ കുട്ടീനെയൊക്കെ ഒന്ന് കണ്ടിട്ട്. ഉമ്മ, എന്തിന്? ഒരു പ്രശ്നത്തിന് വരികയായിരിക്കും ഉമ്മ. വെറുതെ നമ്മളെ കഞ്ഞിയിൽ പാറ്റിടണോ ഉമ്മ? എൻ്റെ പൊന്നാര കുട്ടി അങ്ങനല്ല, എന്നാലും ഇപ്പോൾ അതൊരു ഇടങ്ങാറല്ലേ? ഉമ്മാൻ്റെ പൊന്നാര മോനെ ഒന്ന് തുറന്ന് കൊടുത്തുവിടേനടാ ഉമ്മ. നവാസ്ക്ക് വിളിച്ചെന്തിനാന്ന് അവരെ കയറ്റണ്ടെന്ന് പറഞ്ഞിട്ട്. എന്താ ഈ കുട്ടിക്ക്? ഈ ഒരു പിഞ്ച് പൈതലിനെ ഇട്ടുകാണ്ട് ഓള് അവിടെ പോയി നിൽക്കല്ലേ? നവാസ്ക്ക് പറഞ്ഞു, കുട്ടിനെയും കൊടുക്കണ്ട, അവർക്ക് അവിടെ വലിയ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവിടെ താമസിച്ചിട്ട് എന്ന് നവാസ്ക പറഞ്ഞു. ശരിക്കും അത് കേട്ട് ഉമ്മ, എൻ്റെ പൊന്നാരെ, എന്നാലും ഇപ്പം ആ പൈതൽ ഇവിടെ ഉണ്ടാവുമ്പോൾ. ഉമ്മ, നിങ്ങൾക്കെന്താ ഇത്രമാത്രം ടെൻഷന്? ഒന്നുമില്ലടാ, എനിക്കൊരു ഇടങ്ങാറ്. ഇവിടെ നിന്നോട്ടെ വെച്ചാൽ മതിയേനോ. ഉമ്മ നിന്നിട്ട് എന്തിനാ? ഇങ്ങനൊരു അസുഖമൊക്കെ പെട്ടെന്ന് വരുമ്പോൾ നവാസ്ക്ക് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അതൊരു ബുദ്ധിമുട്ടാവുമ്മ. ഞാനവരെ എടുക്കണതും പിടിക്കണതും അതൊക്കെ ഒരു പ്രയാസമല്ലേ? ഞാനിപ്പോൾ എനിക്ക് എന്നെക്കൊണ്ട് പറ്റിയിട്ടൊന്നുമല്ല, പിന്നെ നിവൃത്തികേട് കൊണ്ടാണ്. നിങ്ങൾ കണ്ടില്ലേ, എന്നെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി. അതൊക്കെ ഇപ്പോൾ നമുക്ക് എപ്പോഴും അതിങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമോ? എൻ്റെ ഷാമോനെ, വല്ലാത്തൊരു പുതുമ. ഡിസ്ചാർജ് ചെയ്ത് പോയോ? എന്നാൽ പിന്നെ എന്തോ ഉമ്മ, അവളുടെ വീട്ടിൽ സുന്ദരമായി കഴിയട്ടെ. കാരണം റെസ്റ്റ് ആയിരിക്കും ആവശ്യം. റെസ്റ്റ് ആകുമ്പോൾ ഇവിടെ ആകുമ്പോൾ പിന്നെ ഒന്നും നിൽക്കൂല, കുട്ടീനെ വരെ നോക്കൂല. പിന്നെ ഉമ്മാക്ക് അവളെ നോക്കേണ്ടി വരും, കുട്ടീനെ നോക്കേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥ വരും. എന്താ ഉമ്മ? മോനെ, എന്നാലും ഇപ്പോൾ അതൊരു ഇടങ്ങാറ് കേട്ടോ. എന്താ ഉമ്മ, എൻ്റെ പൊന്നുമ്മ ഒരു ഇടങ്ങാറാണ്ട് ഒരു ആവശ്യമില്ല. അവരൊന്നും കൂടെ ഒരു കുഴപ്പമില്ല. അവർ നല്ല രീതിയിൽ തന്നെ ഞാൻ കണ്ടിരുന്നവരെ. അല്ലാ പടച്ച റബ്ബേ, ഏതായാലും വല്ലാത്തൊരു പുതുമ. ആയിഷമ്മക്ക് വല്ലാത്തൊരു സങ്കടം എല്ലാം കൂടി ആലോചിച്ചിട്ട്. മോനെ, ആ കുട്ടീൻ്റെ ഉമ്മ, കുട്ടി ഇവിടെ അൽഹംദുലില്ലാഹ് ഹാപ്പിയാണ്. കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല. കുട്ടി നല്ല രീതിയിൽ, അവരല്ലെങ്കിലേ പാല് കൊടുക്കാനൊക്കെ മടി. ഇപ്പോൾ കണ്ടില്ലേ കുട്ടിക്ക് പാല് കൊടുക്കുന്നത്, ഉഷാറാണ് കുട്ടി.
രണ്ടുപേരും ഒരുമിച്ച് കളിച്ച് കിടക്കുന്ന കാണുമ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷമാണ്. ഉമ്മ നമ്മളെ കുട്ടീനെ സൗദൻ്റെ അടുത്ത് കൊടുത്താൽ അവരുമ്മ കുട്ടീനെ ഉപദ്രവിക്കും. അതേ കുഞ്ഞിക്കതയത്താണ് ആള്. ആ ഒരു അവരെ ഭർത്താവിൻ്റെ മക്കളെയും അവരെയൊക്കെ പിടിച്ചു വലിച്ച് ഇറക്കി വിട്ട ടീമാണ്. അതുകൊണ്ട് ഉമ്മ ഉപദ്രവിക്കും. സത്യമായിട്ടും നമ്മളെ കുട്ടീനെ വിട്ടു കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഒന്നിനും മടിക്കാത്ത ഓളൊരു അനിയത്തിണ്ടല്ലോ, അതായിലേറാണ്. ഉമ്മ നമ്മളെ കുട്ടീനെ നമുക്ക് നോക്കാം, അവരുടെ കയ്യിൽ കൊടുക്കണ്ട. മോനെ പെറ്റ തള്ളാവുമ്പോൾ മനസ്സ് പൊറുക്കൂടാ. ഐഷുമ്മ കരഞ്ഞു പോയി. എൻ്റെ പൊന്നുമ്മ, എന്താ കുട്ടീനെ കൊടുത്തേക്കണോ? അല്ല, സൗദനെ അങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നാൽ നമുക്കൊരു മനസ്സിന് ആശ്വാസമായിരുന്നു. എന്തിനാ ഉമ്മ, ഇനിയും അസുഖമൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ പിടിച്ചു വലിച്ച് കൊണ്ടുപോകണ്ടേ? പിന്നെ നീ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമോ അതൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ നവാസ്ഖാനോടനെ എന്തൊക്കെ പറയാം അതും എനിക്കറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പോൾ ഇടപെടുന്നത്. മോനെ, എന്നാൽ ഞമ്മക്കൊന്ന് പോയി പോരാനായിരിക്കും അല്ലേ ഉമ്മ പറയുന്നത്? ഉമ്മ, എൻ്റെ പൊന്നും മഞ്ഞ് അങ്ങോട്ട് പോരുത്, ഒരിക്കലും പോരുത്. കാരണം അത്രക്കും ഉമ്മാനെ ചീത്ത പറഞ്ഞു വിട്ടാണ്. അല്ലാ, ഉമ്മാക്ക് സമാധാനമില്ല. എന്നാൽ ഈ സമയം നുസൈബ അങ്ങോട്ട് വന്നു. ഉമ്മ, എന്തുമ്മ കരയണ്? മോളെ, സൗദനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടേക്കണല്ലോ അല്ലേ പെരേക്ക്. ഈ കുട്ടിനെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ. ഉമ്മ, അത് സാരല്ലമ്മ, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവർക്ക് അത്ര ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വരാലോ. ഇതിപ്പോൾ എന്നാലും ഓൾ ഒന്ന് കണ്ടു പോയിക്കൂടെ ആ കുട്ടീനെ? ഈ കുട്ടീൻ്റെ മുഖത്തൊക്കെ നോക്കി ഓൾക്ക് എങ്ങനത്തെ കഴിയണ്? മോനടിച്ചിട്ട് കുട്ടിയല്ലടി ഇത്, ഒന്ന് ആലോചിച്ച് നോക്കാം. ഉമ്മ, അത് എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല പാൽ കുടിക്കുന്ന കുട്ടികളോട് സ്നേഹമൊക്കെ. ചിലവരൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചവൾക്കൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഇട്ടിട്ട് പോവൊക്കെ ചെയ്യുമ്മ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ കുട്ടി ഇപ്പോൾ ഹാപ്പിയാണല്ലോ, ഇൻഷാ അല്ലാഹ് തിരിച്ചു വരികയാണെങ്കിൽ സ്വീകരിക്കാം. എന്നാൽ സൗദ ഒരിക്കലും പുത്തൻ വീട് തറവാട്ടിലേക്ക് വരാൻ കൂട്ടിച്ചിരുന്നില്ല. എന്നാൽ കുഞ്ഞിക്കഥ പരമാവധി നിർബന്ധിച്ചിരുന്നു. എന്നാൽ ഈ സമയം അതാ കുഞ്ഞിക്കഥയുടെ വീട്ടിൽ എൻ്റെ ഫോണ് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. സൗദ, എൻ്റെ പിരാന്ത് ഞാൻ മാറ്റും. ഇജാ പിരാന്താശുപത്രി നടന്നുകൊണ്ട് വലിച്ചു ഞാൻ കൊടുന്നിട്ടുണ്ട്. എൻ്റെ ഫോൺ നിങ്ങൾ തന്നോളൂ, എനിക്ക് ഫോണൊക്കെ പൈസ വരുന്നുണ്ടോ ഇല്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഹസീന പെട്ടെന്ന്, ഏത് പൈസ? എന്ത് പൈസ? ആരാ ഇവിടെ പൈസ ഇടാൻ? അല്ല, എൻ്റെ അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ച ഫോണൊക്കെ അത് തന്നെയാണ്. അതിൻ്റെ ശേഷം എനിക്ക് ഫോണും കാര്യങ്ങളും നല്ലതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞോളി, എൻ്റെ ഫോൺ നിങ്ങളെടുത്തില്ലേ? ഇത്താത്തന്നെ ഫോണായിട്ടില്ല ഇപ്പം ഞങ്ങൾ നടക്കണത്. എന്താന്നില്ല, അതിക്ക് പൈസ വരുന്നുണ്ടെങ്കിൽ എനിക്കും കുറച്ച് അതിന് പൈസയൊക്കെ വേണം, എനിക്കും വേണം ജീവിക്കുക. എൻ്റെ ഭർത്താവിൻ്റെ പൈസ കൊണ്ട് ഇത് നിങ്ങൾ മാത്രം ഇവിടെ സുഖിക്കുക, നിങ്ങൾ മാത്രം ജീവിക്കുക, അതൊക്കെ അത് നടക്കൂല. ഇനി ശരിക്കും സൗദിയും വാശിയിൽ തന്നെയാണ്. എന്നാൽ ഹസീന, താത്ത നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളെ, ഇവിടെ നല്ല ശാന്ത സുന്ദരമായിരുന്നു. അതെ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ വരും. നിങ്ങളിങ്ങനെ പിരാന്തത്തിയാളന്മാരി ഒച്ച ഉണ്ടാക്കുകയാണെങ്കിലേ നിങ്ങൾ ഇവിടെ ഞാൻ പൂട്ടിടലേക്കാരം, കുതിരവട്ടത്തന്നെ കൊണ്ടേയിടും. ഇനിയും ആടി നിങ്ങളെല്ലാവരും കൂടി എന്നെ പിരാന്തത്തിയാക്കില്ലേ, നിങ്ങളെല്ലാവരും കൂടി എന്നെ പിരാന്തത്തിയാക്കി. അതാണ് താത്ത, അങ്ങ് കുറച്ച് ഭ്രാന്തുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഭ്രാന്താശുപത്രിയിൽ നിന്ന് വരുമോ? ആടി ഞാൻ ഭ്രാന്തത്തിനാണ് നിങ്ങളെ മുമ്പിലൊക്കെ, നിങ്ങളെല്ലാവരും കൂടി എന്നെ ഭ്രാന്തി ആക്കിയില്ലടി. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു കാർ അതാ ആ വീടിൻ്റെ മുമ്പിലേക്ക് വരുന്നു. എന്നാൽ അതിൽ നിന്ന് 4-5 ചെക്കന്മാർ ഇറങ്ങി. എവിടെ ഹസീന? എന്നാൽ താത്ത നിങ്ങളൊന്ന് ഉള്ളിക്ക് പോവോ? എന്തിന്? ഉള്ളിക്ക് പോയിക്കോളി, നിങ്ങൾ ഓരോന്നും വിളിച്ച് പറയല്ലെങ്കിൽ ഉള്ളിക്ക് പോയിക്കോളി. നിങ്ങൾ ഉള്ളിക്ക് കിടന്നാണ്. ഞാനിങ്ങനെ വിളിച്ച് പറയല്ലേ, നിങ്ങൾ കയറിക്കാനും ഉള്ളിക്ക് കയറി നല്ലോണം. പോട്ടെ. എന്ത് പെണ്ണജ്ജി കാട്ടണത്? ഉള്ളിക്ക് കയറി അവിടെ കിടക്കി. ഹസീന, വാതിൽ തുറന്ന. ഹസീന എന്തടി എനിക്ക് ഇതിലെ പൂട്ടിട്ടത്? ഹസീന. എന്നാൽ അപ്പോഴേക്കും ആ ചെക്കന്മാർ, ഹസീന എന്തൊരു ശബ്ദം? അതെ, എൻ്റെ താത്താക്ക് സുഖമില്ല, ഓള് ചിലപ്പോൾ ഒരു വയലൻ്റായി നിങ്ങളെ നേരക്കേറ്റ് പിടിക്കാൻ വന്നാലേ അതുകൊണ്ട് ഞാൻ പൂട്ടിട്ടാണ്. ഹസീന തുറക്ക പെണ്ണെ വാതിലേ. ഹസീന. ഏതായാലും റബ്ബേ, വല്ലാത്തൊരു പുതുമായല്ലോ ഇത്. താത്ത ഒന്നും മിണ്ടാതിരിക്കും, മയക്കുമരുന്നൊക്കെ കൊടുത്ത് ഉറക്കി കെടുത്തേണ്ടി വരും ഈ ഒരു സാധനത്തിന്. വല്ലാത്തൊരു പുതുമ റബ്ബേ, എന്താ ഞാൻ ചെയ്യുക? എന്നാൽ കുഞ്ഞിക്കഥ ഓളെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് വരികയാണ്.
ഭ്രാന്താശുപത്രിയോ? അപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനേ. അല്ല മക്കളെ, അങ്ങനെ ഓൾക്ക് വയറുവേദന തുടങ്ങിക്കണ്ട് പിന്നെ മാനസികാശുപത്രിയിലായി അവിടെ ഇവിടെയൊക്കെ ആക്കി. അപ്പം ഇങ്ങോട്ട് ഓൾ ഡിസ്ചാർജ് ചെയ്ത് കൊടുന്നിട്ടുള്ളൂ. എടാ നമുക്ക് പോയാലോ, ഇവിടെ ഒരു ഭ്രാന്തി ഉണ്ട് അത്രേ. അങ്ങനെ കാട്ടൊന്നുമില്ല, ഭ്രാന്തി ഒന്നുമില്ല, നിങ്ങളെ കാട്ടൊന്നുമില്ല. ഓളെ പൂട്ടിട്ടിരിക്കണേ കണ്ടില്ലേ, ഇത്രയ്ക്ക് നല്ല കട്ടിങ്ങാനുള്ള വാതിലിലാണ് ഞാൻ പൂട്ടിട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട, ഇരിക്കും. നിങ്ങൾക്ക് എന്താ വേണ്ടത് ഫുഡ്? മന്തി വേണോ, ബിരിയാണി വേണോ, എന്താ നമുക്ക് ഓർഡർ ചെയ്യേണ്ടത്? എന്നാൽ പിന്നെ നല്ല ഹണി ചിക്കൻ മന്തി തന്നെ ആയിക്കോട്ടെ. അപ്പോൾ തന്നെ അവൾ അതാ ഓർഡർ ചെയ്യുന്നു. അല്പസമയത്തിന് ശേഷം അതാ അദ്ദേഹം ഫുഡുമായി വരുന്നു. പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നാൽ വരി ഭക്ഷണം കഴിക്കാൻ ഇരിക്കേ. എല്ലാവർക്കുമായി മന്തി വിളമ്പി. ഹസീന, നിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഇപ്പോൾ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ നിൻ്റെ വീട്ടിൽ താമസിക്കലും നിൻ്റെ കൂടെ സംസാരിക്കലും നിൽക്കലൊക്കെ വളരെ വൈബാണ് കേട്ടോ. ഒന്ന് പോടാ അവിടുന്ന്. നമ്മളൊക്കെ പറ്റുമോ? പൈസ ഉണ്ടാകുമ്പോൾ പെണ്ണെ ആരെ പറ്റാതിരിക്കുക. ഏതായാലും ഇത്തിനിപ്പോൾ ആ സത്താറിനെ കെട്ടിയതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. 2-3 മക്കളിൽ അയാളെ കെട്ടിയിൽ അതൊക്കെ കണ്ട് പെട്ടു പോയതാണേ. അല്ലെങ്കിലും ഹസീനക്ക് കുട്ടികളുണ്ടെന്നോ വയസ്സന്മാരോ അങ്ങനെയൊന്നുമില്ല, ഒരാണായാൽ മതി എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ട്. ഒന്ന് പോടാ അവിടുന്ന്, ഇതിനെക്കുറിച്ച് നിങ്ങൾ കുറ്റം പറയാതെ. അല്ല, ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്. എന്നാ സവനപ്പൊന്ന് കഴിച്ച്. റാഹത്തായിട്ട് നല്ല അടിപൊളി ഹണി ചിക്കൻ മന്തി. ഈ ഹണി ചിക്കൻ ഏതാണത്? ഇത് അൽബൈക്കോ എന്താ തോന്നുന്നുണ്ട്. ഏതാണ് സംഭവം? നല്ല അടിപൊളി കേട്ടോ. നല്ല റേറ്റും ഉണ്ടാവും അതിനനുസരിച്ച്. നല്ല എടാ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതും കൂടി കഴിക്കാം. റബ്ബെ റാഹത്തായി. മുകളിലൊക്കെ റൂം ഫ്രീ അല്ലേ? ഓക്കെ അല്ലേ? എന്നാൽ പോരിടാ. അങ്ങനെ അത് ചെക്കന്മാരെല്ലാം മുകളിലേക്ക് കയറിപ്പോയി. ഹസീന വാടി, നമുക്ക് സംസാരിച്ചിരിക്കാം. ഉമ്മ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താണ്, ഞാൻ ഇപ്പോൾ വരാം. ഉമ്മാക്ക് ദേഷ്യം വന്നു. അറ്റങ്ങൾ മന്തി തിന്നതും ആ എല്ല് കടിച്ചു ചെയ്യുമ്പോഴും തുപ്പിയതും എല്ലാം ആ ടേബിൾ മേലതാ. ഞാൻ അത് ഇന്നെക്കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചത്. എന്നാൽ പെട്ടെന്ന് അവൾ ഇറങ്ങി വന്നു. സൗദനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചാലും മതി എന്ന് പറഞ്ഞിട്ട് അവൾ സൗദയെ പൂട്ടിയിട്ട് വാതില് തുറന്നു കൊടുത്തു. എന്നാലേ പോര് ഇനി എൻ്റെ ടൈം കഴിഞ്ഞു, ഇങ്ങോട്ട് പോര്. ഈ ടേബിള് ഫുള്ളും നല്ലോണം ക്ലീൻ ചെയ്യുക. അവർ കടിച്ചു തുപ്പിയ എല്ലാം ക്ലീൻ ചെയ്ത് നല്ലോണം വൃത്തിയാക്കിയിട്ട് നല്ല ഗ്ലാസ്സിലടിക്കണ ആ സ്പ്രേ അടിച്ചിട്ട് നല്ലോണം വൃത്തിയാക്കി ക്ലിയറാക്കണം. മനസ്സിലായില്ലേ? ഈ വീട് അങ്ങനെ ഞാൻ കൊണ്ടെടുക്കണത് അതേപോലെ ചെയ്യണം. സൗദ ഒരു നിമിഷം ഹസീനയുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ ആൾക്കാർ തിന്നിട്ട് പോയിട്ട് അത് ഞാൻ ക്ലീൻ ചെയ്യേ? താത്തപ്പോൾ വർത്താനൊക്കെ പഠിച്ചല്ലോ, മറ്റേത് മിണ്ടാപ്പൂച്ചേനല്ലോ. ഇപ്പൊ പുത്തൻ വീട് തറവാട്ടിലെത്തിയതിന് ശേഷം താത്താക്ക് നാവ് പൊന്തലെടുങ്ങിക്കണല്ലോ. പൊന്നാര താത്ത വേഗം ക്ലീൻ ചെയ്തൂടി. ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ കൂടെ മുകളിലുണ്ട്. അപ്പോഴത് ഹസീന അതും പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും അവിടെയുള്ള സൗണ്ട് ബോക്സ് അവർ ഓൺ ചെയ്തിരുന്നു. അങ്ങനെ അടിപൊളി പാട്ടും ഇട്ടുകൊണ്ട് അവരവിടെ ഡാൻസ് കളിക്കുന്നു. എന്നും തന്നെ ഹസീനാൻ്റെ പഠിപ്പേ തന്നെ. ചെക്കന്മാരങ്ങോട്ട് കൂട്ടിക്കൊണ്ട ചിലപ്പോൾ 2 പമ്പർന്നോളും ഉണ്ടാവും. കൂട്ടിക്കൊണ്ടുവരാ മേലെ പോയിക്കാണ്ട് പാട്ടിടലും ഡാൻസ് ഇടലും ഒന്നായിട്ട് കളിയും ചെറിയ ഉൾക്കാന്നാവുമ്പോൾ ഇതൊക്കെ എത്തുക. ഏതായാലും വല്ലാത്ത സത്താറ കൊഴിഞ്ഞു പോയത് തന്നെയാണ്. കാരണം ഇവൾക്ക് തന്നെ ഈ ഒരു ചെക്കന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കുതിര ഒളിച്ച് നടക്കുക. ഇടയ്ക്കൊരു പുറത്ത് പോവും വരും. അങ്ങനെ 1, 2, 3, 4 നല്ല കുറേ ഉണ്ടാവും. ഇപ്പോൾ 4 ഉള്ളൂ. ആരെയും വരുമ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുക. എന്നിട്ട് അങ്ങോട്ട് അടുക്കിനോട് പറയണ്ട് കയറി തന്നെ ചെയ്യരുത് നിങ്ങൾ പറഞ്ഞിക്കണേ. ഞാൻ ഇവിടെ ഒരു പണിക്കാരത്തിനെ മാറി നിൽക്കുക. റബ്ബേ ഓളെ ഭരണമാണ് ഇപ്പോൾ ഇവിടെ. ശരിക്കും സൗദ അതെല്ലാം കേട്ടു. സൗദ, ഞാൻ ക്ലീൻ ചെയ്താളത്. ഞാൻ ക്ലീൻ ചെയ്യല്ലേ. എന്താടി പിന്നെന്താ ഇവിടെ വെറുതെ നിൽക്കുക? വേണ്ട ക്ലീൻ ചെയ്തോട്. എന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിരിക്കണം ഇങ്ങോട്ട് വരണ്ട പുത്തൻ വീട്ടിലേക്ക് പോയിക്കോ എന്നുള്ളത്. അവിടെ എനിക്ക് സുഖം എന്നുള്ളത്. ഇവിടെ സ്വഭാവം കണ്ടില്ലേ? പല വട്ടം ഞാൻ പറഞ്ഞിരിക്കണ് വേഗം ക്ലീൻ ചെയ്തോട്. എന്താ അമ്മങ്ങളിനെ കൊണ്ട് ഓല് തിന്ന് ഇതാക്കി പോയതൊക്കെ ഞാൻ നന്നാക്കേ. ഇവിടെ വന്നാലേ അന്നെ വെറുതെ നിർത്തൂല. ഇവിടെ വേലക്കാരിയായിട്ടാണ് എനിക്ക് ഇവിടെ റോള് നിൽക്കുന്നത്. അല്ലാതെ വെറുതെ ഒന്നല്ല. ഹസീനോളെ പേരിലാക്കാൻ നിൽക്കുകയാണ് ഈ ഒരു സ്ഥലവും പേരും വണ്ടിയും ഇതൊക്കെ ഇവിടെ. ഇവിടെ പണിക്കാരത്തിയാക്കി നിർത്തുക. അതാണ് ഓളെ പ്ലാനിങ്. എന്നാൽ സൗദക്ക് അത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നായിപ്പോയി. ഉമ്മ ഇന്നെ കൊണ്ടാവൂല അതൊന്നും ക്ലീൻ ചെയ്യാം. പിന്നെ എന്തിനാ അടിച്ചുകൊണ്ട് വന്നത്? പോയിക്കോ പുത്തൻ വീട് തറവാട്ടിക്ക്. എൻ്റെ ഫോണ് കിട്ടാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂല. ശരിക്കും സൗദ അവിടെ തന്നെ ഇരുന്നു. അങ്ങോട്ട് നന്നാക്കിക്കൂടടി. ഇവിടെ വെറുതെ ഇരിക്കാനൊന്നും പറ്റൂല. എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്യണം. നന്നാക്കിക്കൂടെ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു തുണിയെടുത്ത് അവളുടെ മുഖത്തേക്ക്. ഇമ്മ എന്ത് നിങ്ങൾ ചെയ്യണത്? നന്നാക്കിക്കൂടെ അങ്ങോട്ടേ.
അങ്ങനത്തെ ഇതൊന്നും നന്നാക്കി എൻ്റെ കൈ തേഞ്ഞിക്കണം, ഒരു ദിവസം ഇജ്ജോട് നന്നാക്ക്. അതിന് മണ്ടിയിലല്ലേ ഇജ്ജ് ഇങ്ങോട്ട് കയറി വന്നത്. എന്നോട് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് വരണ്ട എന്നെ അവിടെ ഏറ്റവും കൊണ്ടാക്കി ഗേറ്റിങ്ങിൽ ഇറക്കി കൊടുത്തിട്ട് ഇജ്ജ് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. അനുഭവിക്ക്, നല്ലോണം അനുഭവിക്കിച്ച്. ഇജ്ജായിട്ട് തന്നെയാണ് ഈ കുണ്ട് ചാടിയത്. എനിക്ക് അവിടെ നല്ല മട്ടത്തിൽ നിൽക്കേനു. ഇജ്ജ് അവിടുന്ന് അത് ഇത് കറങ്ങാണ്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കി പോയിക്കാണ്ട് അവസാനം ഇങ്ങോട്ട് എത്തി. ഇങ്ങോട്ട് എത്തിയിരുന്ന നന്നാക്കി കൂടെ അങ്ങോട്ട് എന്താന്ന് ഇവിടെയൊക്കെ നന്നാക്കി. ഇവിടെ ആകെ വെള്ളവും ഇതൊക്കെ ആക്കി വെച്ചിരിക്കുന്ന അറ്റങ്ങൾ നല്ല വൃത്തി. അത് കഴിഞ്ഞിട്ട് മേലെ ഉണ്ടാവും. എന്നോട് പറയും ഓല അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഐസ്ക്രീം ആയിട്ടും അതും ഇതും വെള്ളവും ജ്യൂസും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ അവിടെ ആകെപ്പാടെ കച്ചറാക്കി ഓല കളിയും ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ എന്നോട് അവിടെ പോയി ക്ലീൻ ചെയ്തോളി, നന്നാക്കണം. ഇതന്നെ എൻ്റെ പണി. ഇനിയിപ്പോൾ ആ പണി ഇജ്ജും കൂടെ ഏറ്റെടുക്കണം. ശരിക്കും ഹസീനയുടെ ആ അഹങ്കാരവും കാട്ടിക്കൂട്ടലും സൗദക്ക് അത്രയങ്ങ് പിടിച്ചില്ല. ഓളോളെ ഫ്രണ്ട്സുകളും കാട്ടിക്കൂട്ടിയിട്ട് ഞാൻ നന്നാക്ക്, ഇജ് ഏതായാലും പിരാന്തത്തി എന്നുള്ള നിലക്കല്ലേ എന്നെ അവൾ കണ്ടക്കണത്. എന്നാൽ അതാ 2 പേര് സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് എന്തോ ഒരു വെള്ളത്തിനറ്റ് വരുന്നു. അല്ലാ, ആ ഭ്രാന്തി അതാ, ഭ്രാന്തി ഓടിക്കോ എന്ന് പറഞ്ഞ് അവരതാ ഓടുന്നു. സൗദിയെ കണ്ടപ്പോൾ അവർ സുഖമില്ലാത്ത ഭ്രാന്തിയാണെന്നാണ് വിചാരിച്ചത്. സൗദ ആകെ പെട്ടു. അപ്പോൾ ഇന്നൊരു ഭ്രാന്തിയുടെ രീതിയിലാക്കിയിട്ടുണ്ടല്ലേ എല്ലാവരും കൂടെ. ഇജ്ജ് ഭ്രാന്തി തന്നെയാണ്. എന്നോട് പലവട്ടം പറഞ്ഞു ബുദ്ധിയില്ലാത്ത കഥ കാട്ടുന്നോല് ഭ്രാന്തികൾ തന്നെയാണ്. ഇജ്ജ് പിരാന്തത്തി തന്നെയാണ്, പിരാന്തത്തി, മൂച്ചി പിരാന്തത്തി. എന്ത് നിങ്ങൾ എന്നെയും പറയണത്? എനിക്കിത് പുത്തൻവീട് തറവാട്ടിൽ എനിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ. എന്ത് പോകാൻ പറ്റും? ഇജ്ജ് എന്ത് കള്ളത്തരം അവിടെ കാട്ടിയത് പറയും. ഇജ്ജ് അവിടെ നിന്ന് എന്തെങ്കിലും കള്ളത്തരം കാട്ടി പോന്നിക്കണോ? അങ്ങനെ ആകുമ്പോഴല്ലേ ഇജ്ജ് പോതൊക്കെയുള്ളൂ. എനിക്ക് വയറുവേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ അഭിനയിച്ച് എനിക്ക് ഒന്നുമില്ലേനും ഞാനായിട്ട് തന്നെ അവിടെ നിന്ന് പോകുന്നതാണ്. എന്തിനാണ് അഭിനയിച്ചത്? ഒന്നുമില്ല, നുസൈബ ഷമ്മാസിൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുക. എനിക്കിങ്ങനെ മാപ്പിളില്ലാതെ നടക്കുക. അപ്പോൾ ഞാനും വിചാരിച്ചു കുറച്ചേരം ഷമ്മാസിൻ്റെ ഒപ്പം നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അഭിനയിച്ചത്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ആയിത്തീരുന്നേ അറിഞ്ഞില്ല. അതന്നെടി, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു പറഞ്ഞില്ലേ, നന്നായിട്ടുണ്ടത്. എനിക്ക് എൻ്റെ ബാപ്പാൻ്റെ അടുക്കാണ് പോയിക്കൂടേനോ. ഇങ്ങോട്ട് കയറി വന്നിക്കണിജ്. എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിക്കണ് ഇതെൻ്റെ മാപ്പിള എടുത്ത വീടായതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാം. പിന്നെ അത് മാത്രമല്ല, എൻ്റെ മാപ്പിളുടെ കെയർ ഓഫിലാണ് ഇവിടെ ചിലവൊക്കെ കഴിയണത്, അതും എനിക്കറിയാം. എൻ്റെ മാപ്പിള ഒലത്തും, മാപ്പിള ഉള്ളി എപ്പോഴും. എൻ്റെ ഫോൺ എവിടെ എടുത്താണ്? എൻ്റെ ഫോൺ കിട്ടുന്നെ വണ്ട്, ഫോൺ കിട്ടാതെ ഞാൻ പോകില്ല. നല്ല വിലപിടിപ്പുള്ള 70 Pro Max ആണ് എൻ്റെ ഫോണ്. അതും ഐഫോൺ 70 Pro Max. അത്രയും വിലപിടിപ്പുള്ള ആ ഫോണിൽ എൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കാര്യങ്ങളും അത് ഉണ്ട്, എനിക്കറിയാം. ഇവിടെ അതുണ്ട്. എവിടെ വെച്ച് നോക്ക്. സൗദ അതാ അവളുടെ റൂമിലൊക്കെ തിരഞ്ഞു നോക്കി, പക്ഷെ അത് കാണുന്നില്ല. ഇല്ല, അത് ആരോ എടുത്ത് കൊണ്ടേക്കണ്. പിന്നെ എൻ്റെ 70 Pro Max നടക്കല്ലേ ഇവിടെ ഞങ്ങളൊക്കെ. ചിലക്കാതെ പോടി അവിടുന്ന്, നന്നാക്കി കൂടെ അങ്ങോട്ട്. അങ്ങനെ അതാ സൗദ കണ്ണീരോടെ അവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് അത് ഹസീന പാളി നോക്കിക്കൊണ്ട് പറയുന്നു, ഇത്താത്ത നല്ല നന്നായിക്കോട്ടെട്ടോ, ഇത് നാട്ടിലത്തെ മായല്ല, അത് ഗൾഫാണ്, ഗൾഫ് എന്ന് പറഞ്ഞ് ഏതോ ഒരു പഴയ ഹോം സിനിമയിലെ ഡയലോഗും പറഞ്ഞുകൊണ്ട് അവൾ ഇളിച്ചു കാണിച്ചുകൊണ്ട് പോയി. ശരിക്കും സൗദക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അവിടെ ഉണ്ടായിരുന്ന ആ പൊട്ടുന്ന ജഗ്ഗെടുത്ത് നിലത്തേക്കിട്ടാലോ എന്ന് വരെ അവൾക്ക് തോന്നിപ്പോയി. ഞാനായിട്ട് എൻ്റെ സുഖജീവിതം വീണ്ടും നശിപ്പിച്ചു. അവിടേക്ക് ഒന്നുമില്ലാതെ നല്ല മട്ടത്തിൽ നിന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ നവാസ്ക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോവോ എനിക്കറിയില്ല. എടി, പുത്തൻ വീട് തറവാട്ടിൽ എനിക്ക് നിന്നൂടായിരുന്നോ? ഇജായിട്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ? ശരിക്കും വീണ്ടും കുഞ്ഞിക്കഥ അവളുടെ ചെവിയിൽ വന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് വിട്ടുന്നാണ്, എന്തൊരു വർത്താനാണത്? അനുഭവിക്ക്, നല്ലോണം അനുഭവിക്ക്. ഇവിടുത്തെ മുഴുവൻ പണിയും കാറോറിച്ച് കഴിച്ചോണ്ടി. ഞാനായിരുന്നു ഇവിടെ പണിക്കാരത്തിയായി നിന്നേണ്ടത്. അസീന മൊയലാളിച്ച്, ഞാൻ പണിക്കാരത്തി. ഇപ്പം എനിക്ക് പണിക്ക് ഒരാളെയും കൂടിയും കിട്ടി, നല്ല സുഖമായി. പച്ച മലയാളത്തിന് പെറ്റ തള്ള എന്നോട് പറഞ്ഞതായിരുന്നു പോയിക്കോന്ന്. പോയില്ല. അനുഭവിക്കടി, ഇവിടെ നിന്ന് നല്ലോണം അനുഭവിക്ക്. കുഞ്ഞിക്കഥയുടെ വാക്കുകൾ കേട്ട് ശരിക്കും സൗദക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അനുഭവിക്കും, നിങ്ങളൊക്കെ ഞാൻ അനുഭവിപ്പിച്ച് തരാം എല്ലാവരും കൂടി ഒന്ന്. എൻ്റെ മാപ്പിളുടെ വീട്ടിൽ നിന്ന് കാണ്ട് ഏതാടി എൻ്റെ മാപ്പിളിൻ്റെ വീട്, ഒന്ന് പോയി തരുവെന്ന്. കുഞ്ഞിക്കഥ വീണ്ടും അവളുടെ നേർക്ക് കൈയൊങ്ങിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ തല്ലാലേ, എന്താടി ഇന്നെ നല്ല തല്ല് കിട്ടും, തല്ലി കൊല്ലും തന്നെയാണ്, നോക്കിക്കൊച്ച്. അങ്ങനത്തെ ചെറ്റത്തിൽ അജ്ജും കാട്ടി കൂട്ടിയത്. നല്ലൊരു തറവാട്ടിനുള്ളിൽ ഇറങ്ങി മണ്ടിക്കണ് തൊലിച്ച്. കുഞ്ഞിക്കഥയുടെ അനാവശ്യ വാക്കുകൾ അതാ സൗദയുടെ മേൽ പൊങ്കാലിയായി വീണുകൊണ്ടിരുന്നു. അവൾ അവളുടെ 2 ചെവികളും പൊത്തി
എന്നാൽ ഹസീന ഇറങ്ങി വന്നു. ഉമ്മ ഓളൊന്ന് വല്ല പറയും, അങ്ങോട്ട് കേൾക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒക്കെ ഇവിടെ പിരാന്തന്മാരായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആടി പറഞ്ഞാളാ, ഈ ജടക്കം ഇവിടെ പിരാന്തത്തെയാണെന്ന് ഓലോട് പറഞ്ഞാളാ. പിന്നെ കുഞ്ഞിക്കതിയ പുലമ്പിക്കൊണ്ട് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സൗദ അവിടെ എത്തിയപ്പോൾ അവൾക്ക് നല്ല പണി കിട്ടി എന്ന് തന്നെ പറയാം. അത്രക്കും മോശമായിരുന്നു ആ വീട്ടിലെ സിറ്റുവേഷൻസ്. ഹസീനയുടെ കാട്ടിക്കൂട്ടലുകളും അവളുടെ ആ ഒരു അഹങ്കാരവും എല്ലാം കൊണ്ടും ശരിക്കും സൗദയും കുഞ്ഞിക്കതിയും പൊറുതിമുട്ടി എന്ന് തന്നെ പറയാം. ഐഷുമ്മ ഇതറിഞ്ഞ് ഇനി ഇങ്ങോട്ട് വരുമോ സൗദിയെ കൂട്ടിക്കൊണ്ടു പോകാൻ? എന്താണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ? നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സൗദിയെ പുത്തൻ വീട് തറവാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണോ, അതോ അവൾ ഇവിടെ കിടന്ന് കുറച്ച് നിരകിക്കണോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.